പിടിച്ച് 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 എൻ്റെ മോനെ സീൻ. ഞാൻ പറയാമേ. അത് എൻ്റെ അമ്മോ. എൻ്റെ മോനെ എൻ്റെ മോനെ സീൻ. എൻ്റെ മോനെ കാലിമക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് അതിപ്രശസ്തമായ കണ്ണമാലി പള്ളിയുടെ മുറ്റത്താണ്. ഇന്നിവിടെ ചെല്ലാനം മീഡിയയുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണമാലിക്കാരനായ ജോണി ചേട്ടനാണ്. ജോണി ചേട്ടൻ്റെ പ്രത്യേകത നമ്മൾ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. ജോണി ചേട്ടൻ ഇവിടുത്തെ ചെല്ലാനം പഞ്ചായത്തിലെ ഒരുപക്ഷെ കൊച്ചിയിലെ തന്നെ ഓതറൈസ്ഡ് സ്നേക്ക് കാച്ചേഴ്സിൽ ഒരാളാണ്. ജോണി ചേട്ടാ, ചെല്ലാനം മീഡിയയിലേക്ക് സ്വാഗതം. നമസ്കാരം ജോണി ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ചെല്ലാനം മീഡിയയുടെ പ്രധാന ഉദ്ദേശം. ഇതിൽ ജോണി ചേട്ടൻ ഒരുപാട് ജോലികളിൽ ഇതിനു മുമ്പ് പല മേഖലകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ് സ്നേക്ക് കാച്ചിങ്, പാമ്പ് പിടുത്തമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്താനായിട്ട് ജോണി ചേട്ടന് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയതെന്ന് പറയാം. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പാമ്പ് കണ്ടു കഴിഞ്ഞാൽ പിടിക്കുന്ന ഒരു ടാലൻറ്റഡ് ആണ്. കാര്യം ഫാദർ എയർഫോഴ്സ് ആണല്ലോ. അപ്പോൾ വീട്ടിൽ ഒരു പ്രാവശ്യം ഇതേപോലെ സ്നേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് എറിഞ്ഞങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ ആ ഒരു അന്നാണ് നമ്മളത് കണ്ട് ആ ഒരു ചിന്തപ്പാടായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് എറിഞ്ഞ് കളഞ്ഞപ്പോൾ ഞാനോർത്ത് ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സാധനമാണെന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തപ്പാടായി നമുക്ക്. പക്ഷേ സൈഡിലെ തോടിൻ്റെ അവിടെ നിന്നാണ് ഇത് സാധനം കയറി വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ പ്രാവശ്യം സ്നേക്ക് ഇതേപോലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്നേക്കിനെ ഇതേപോലെ തന്നെ പിടിച്ചെടുത്തിട്ടും പതുക്കെ പിടിച്ചെടുത്തിങ്ങനെ നിന്ന് അവിടെ നമ്മുടെ അമ്മ കാണുകയും അമ്മ ഭയങ്കര വെള്ളം ഉണ്ടാക്കി, എടാ അതിനെ കളയടാന്ന് പറഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കി ഞാൻ കളഞ്ഞ്. പക്ഷേ അന്ന് ശരിക്കും ഊണ് കിട്ടി, തല്ല് ശരിക്കും കിട്ടി. പക്ഷെ എന്നാലും നമുക്ക് ആ സ്നേക്കുമായിട്ടുള്ള ഒരു പേടിയ അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കാര്യം പാമ്പിനെ നമുക്ക് എപ്പോൾ കണ്ടാലും നമുക്ക് ഈസിയായിട്ട് പിടിച്ചെടുക്കാന്നുള്ളൊരു ചിന്തപ്പാട് അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് സ്വാഭാവികമായിട്ട് പാമ്പെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു പേടി, പിന്നെ അതുപോലെ തന്നെ ഒരു അറപ്പ്, അങ്ങനെയൊക്കെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ജോണി ചേട്ടന് എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത്ര പാമ്പുകളെ പിടിച്ച് കഴിഞ്ഞിട്ട്? അപ്പോൾ ഏകദേശം എങ്ങനെയാണ് ജോണി ചേട്ടൻ്റെ ഒരു വിചാരം ഈ ഒരു വിഷയം? പാമ്പിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ പാമ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ അണലിയും കോബ്ര, അതുപോലെ തന്നെ ക്രൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, വളവളപ്പൻ എന്ന് പറയും. ഈ വളവളപ്പനും അണലിയുമാണ് നമുക്കിവിടെ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെ കാണുന്നത്, കോബ്രനെ അങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഈ സ്നേക്കിൻ്റെ കടിയേറ്റ ആൾക്കാർ മരിക്കുകയും ആ ഒരു ഇതുകൊണ്ട് ജനത്തിന് ഈ പാമ്പിൻ്റെ സംഭവം ഒരു പേടി തന്നെയാണ്. പക്ഷെ ഇതിൽ മറ്റുള്ള നമ്മുടെ നാടൻ പാമ്പുകൾ ഒത്തിരി
പാമ്പുകളുണ്ട്. അതായത് ചേരകുട്ട, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ പാമ്പിനെ ഏത് കണ്ടാലും അപ്പോൾ തന്നെ മനുഷ്യൻ തല്ലിക്കൊല്ലാനാണ് അതിൻ്റെ പതിവ്. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്നേക്സിനെ നമ്മൾ തല്ലിക്കൊല്ലരുത്. കാര്യം ആ സ്നേക്സിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിയും തവളയും ഇങ്ങനെയുള്ള സാധനങ്ങളെ പിടിക്കാൻ ഒരു എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. കാര്യം ഒരു സൈക്ലിംഗ് ആണല്ലോ ഇത്. അപ്പോൾ അത് ബാധിക്കും. അപ്പോൾ അത് മാക്സിമം നമ്മൾ പാമ്പിനെ ഏത് പാമ്പാണെന്ന് കണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ കൊല്ലാണ്ടിരിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും. പിന്നെ അതുപോലെ തന്നെ വെനമസ് ആയിട്ടുള്ള സ്നേക്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുക, നമ്മൾ വന്ന് അതിനെ പിടിച്ച് കൊണ്ടുപോകും, നേരെ ഫോറസ്റ്റിൽ കൊണ്ട് ഏൽപ്പിക്കും. അപ്പോൾ ആ വിഷയം അവിടെ ഇല്ല. മെയിനായിട്ട് ആൾക്കാർക്ക് നമുക്കൊരു സ്റ്റഡി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെനമസ് അല്ലാത്ത സ്നേക്ക്, നോൺ വെനമസ് സ്നേക്സ് നമ്മുടെ നാട്ടിലൊത്തിരിയുണ്ട്. അവരെ നമ്മൾ ഉപദ്രവിക്കരുത്. കാര്യം റാറ്റ്സ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്ലേഗ് ഇങ്ങനെയുള്ള രോഗങ്ങളും പല കാര്യങ്ങളും വന്നതും അതിൽ നിന്നാണ്. അപ്പോൾ അതൊരു സൈക്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിനെ നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മളിപ്പോൾ വീട്ടിൽ കയറിയാൽ തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ എപ്പോഴും വീട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ആളല്ല. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സ്നേക്ക് കാച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഒരുപാട് ധൈര്യം ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ്. കാരണം വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാമ്പുകളുള്ള ഒരു ജീവി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സ്നേക്ക് കാച്ചിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതിന്റെ കഴിഞ്ഞ കാലം വരെ ഇത് പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓതറൈസേഷൻ ഒന്നും ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ ആവശ്യം വന്നു. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു ജോൺ ചേട്ടൻ? ഇപ്പൊ സർട്ടിഫൈഡ് ആണല്ലോ. അതെ അതെ. ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നേരത്തെ സ്നേക്സിനെ പിടിക്കുന്നതും ഒരു വിഷയമല്ല. നമ്മൾ ഒത്തിരി സ്നേക്സിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ പൈത്തൺസിനെയാണ് മെയിനായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ അതിനൊന്നും അത്രയും റെസ്പോണ്ട് ഇല്ല. ഫോറസ്റ്റിന് അത്രയും നോട്ടമില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഒരു കാലഘട്ടമായിട്ട് ഫോറസ്റ്റ് ഇതിലൊക്കെ ഭയങ്കര ശ്രദ്ധയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു സാധനം കിട്ടി, 3 ദിവസം 4 ദിവസം സ്റ്റേഷനിൽ സാധനം കിടക്കുന്നില്ല, പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ പിക്കപ്പ് ചെയ്ത് അവർ കൊണ്ടുപോകും. അതൊരു വലിയൊരു ഇതാണ്. ഫോറസ്റ്റിൻ്റെ ശരിക്കും നമ്മുടെ ഫോറിനേഴ്സിനെ പോലെ നോട്ടം വന്നെന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഈ മലമ്പാമ്പ് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഷ്യസ് സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലും ഇല്ല, പല രാജ്യങ്ങളിലും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു എസറ്റാണിത്. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ ഉപദ്രവിക്കാണ്ട് അതിനെ പിടിച്ച് പാക്ക് ചെയ്ത് നമ്മൾ ഫോറസ്റ്റിലേപ്പിച്ച് അവർ കൊണ്ട് ഫോറസ്റ്റിലേക്ക് തിരിച്ചു വിടും. മെയിനായിട്ട് ഈ സാധനം നമുക്ക് ഇവിടെ കൊച്ചിയിൽ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴുകി വരുമ്പോൾ അതിൽ പെട്ട് പോയിട്ട് ഈ പായൽ വരുമ്പോഴും ഇതിൽ പെട്ട് ഇങ്ങോട്ട് ഒഴുകി തന്നെയാണ്. ഒഴുകി വന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒഴുക്കിൽ വന്ന് ഇവൻ ഇവിടെ വന്ന് പെട്ട് പോണി. പിന്നെ ഉപ്പ് കാണുമ്പോൾ അവൻ തിരിച്ചു കയറും. അങ്ങനെയാണ് ഇത് കരപ്പയിൽ കയറുന്നത്. പക്ഷെ അതിനെക്കൊണ്ട് വേറെ ഒരു ശല്യമായിട്ടുള്ളൊരു സംഗതി ഇതുവരെ നമുക്കിവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കേസുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ അധികം നേരം ഇത് കിടക്കും. അപ്പോൾ നമുക്ക് നല്ല റെയിൻ ഫോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോളിലിരിക്കണമെങ്കിൽ തന്നെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരുമ്പോഴാണ് ആൾക്കാരുടെ മുമ്പിൽ വന്ന് വരുന്നത്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്കോട് കുറേ അങ്ങോട്ട് ഒഴിവായിട്ടുണ്ട്, കൊല്ലൽ കുറേ ഒഴിവായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ഒരു സംഭവം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്നേക്കിനെ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് 7 years ഒരു ക്രൈമാണ്, 7 കൊല്ലം വരെ തടവാണ്. അപ്പം അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനായിട്ടുള്ള പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഇതില്ല. അതിനെക്കൂടെ എല്ലാവരും സഹകരിക്കണം. പുതിയ പിള്ളേരൊക്കെ എല്ലാവരും നല്ലൊരു സഹകരണമാണ്. കാര്യം അതിനെങ്ങനെയെങ്കിലും രക്ഷിക്കണം. എവിടെയെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് പറയും, നമ്മൾ വന്ന് അതിനെ റിക്കവർ ചെയ്യും. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് നേടുന്ന മേഖലയിൽ പല ആളുകൾക്കും ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വരാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എങ്ങനെയാണ്? അവർക്ക് കൊടുക്കാവുന്ന ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ സ്നേക്കുമായിട്ട് ഒരു ചെറിയൊരു ടച്ചിങ് ഉണ്ടാകണം. അല്ലാത്തവൻ ഈ പണിക്ക് വരവ്. കാര്യം 2 വീലർ ഓടിക്കാൻ വേണ്ടി ചിലവർ പഠിച്ചിട്ട് ലൈസൻസ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് 2 വീലർ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കാര്യം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണമല്ലോ. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് ശരിയായ പ്രാക്ടീസ്. അതുപോലെ തന്നെയാണ് സ്നേക്കും. കാര്യം സ്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള അഭ്യാസം കാണിക്കണ പോലെയല്ല. ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ
അവരെങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അപകടമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മാത്രമല്ല ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ പാമ്പ് കൊടുത്ത കാര്യം അവർ ഈ ശരിക്കും പറയാൻ ഒന്നാമത് ഈ സാധനത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഷോ കാണിക്കണം. കാര്യം അതാണിപ്പോൾ നമ്മൾ പുതിയ ട്രെയിനിങ് ക്ലാസ്സിൽ പണ്ട് നമുക്കും അങ്ങനെ ഒരു വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പാമ്പുമായിട്ടൊരു സ്നേഹമായിരുന്നു. പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് തോളത്തേക്ക് ഇടും, ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായി. പക്ഷെ അതും ഇപ്പം ഈ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും വെള്ളക്കാരുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്നേഹിക്കിനെ പിടിച്ചിട്ടിരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവനെ പിടിക്കുക, ഉടനെ സാക്കിലേക്ക് ആക്കുക, കെട്ടി നേരെ ഫോറസ്റ്റിനെ ഏൽപ്പിക്കുക. ഇതാണ് അതിൻ്റെ സുരക്ഷിതമായ തണലത്ത് വെക്കുക, ഫോറസ്റ്റിനെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി ചെയ്യേണ്ടത്. കാര്യം ഈ സാധനം ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അതിനായിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് മാറിയാൽ മതി പാമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല ഭയങ്കര ഫാസ്റ്റിയാണ്. എല്ലാ സ്നേക്സും നമ്മളിങ്ങനെ ഓർക്കും പിടിക്കുമ്പോൾ ചില സമയത്ത് അവർ തളർന്നവർ കിടക്കും, പക്ഷേ ചില സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അവരും ഭയങ്കര അഗ്രസീവ് ആകുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ സ്പീഡായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് എന്തൊക്കെയാണ് ചോദിച്ചത്? സർട്ടിഫിക്കറ്റ് നേടാനൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞടക്കാനുള്ള ക്രൈം വന്നത് ആ ഒരു സ്ത്രീയെ പാമ്പ് കുത്തിച്ച് മരിച്ചല്ല. അപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്നാണ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് ഇടുകയും അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇങ്ങനെ പലവരെയും കൊണ്ട് ഈ പാമ്പുകളെ കൊണ്ട് കൊടുക്കണമുണ്ട്. പോലീസുകാർ തന്നെയാണ് അതിനെ വിളിച്ച് പറഞ്ഞത്, ജോണ ഇങ്ങനെ ഒരു ലൈസൻസിൻ്റെ പരിപാടിയുണ്ട്, അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈസൻസിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവരൊരു ട്രെയിനിങ് ആണ്, ഒരു ഡേ ട്രെയിനിങ് ഫുൾ. അപ്പോൾ നമ്മൾ ആ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്ത് അവർക്ക് ഒരു ഉച്ചവരെ നമുക്കൊരു തിയറിക്കൽ ക്ലാസ് വരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാമ്പിനെ കൊണ്ടുവരും. അതിനകത്ത് നമ്മളത് പിടിച്ച് അവർ പറയുന്ന റൂൾസ് അനുസരിച്ച് സാക്കിൽ കയറ്റണം. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ ഇത്. പിന്നെ അതിൽ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഇപ്പൊ പാമ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ജോണി ചേട്ടന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ, ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഫാമിലിനെ കുറിച്ച് പറയാൻ നമ്മൾ കിഴക്കേ വീട്ടിൽ ഞാൻ KG ജോസഫ്, എൻ്റെ ഫാദർ എയർഫോഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചുംപോട്ടിൽ നിന്ന് റിട്ടയർഡായി. മദർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റഡിയിൽ ടീച്ചറായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് മർഫി സ്കൂൾ ടീച്ചറാണ്, ഇപ്പം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണം പെരുമ്പാവൂർ സ്കൂൾ. പിന്നെ 2 പിള്ളേർ, അവർ 2 ഗേൾസാണ്, 2 പേരും എൻജിനീയേഴ്സാണ്. അപ്പോൾ മൂത്താൾ ഇപ്പോൾ ജർമ്മനിയിലായിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇളയാൾ ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത എന്തെങ്കിലും വർക്കിൻ്റെ സംഭവം നോക്കി നിൽക്കുന്നു. ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ സപ്പോർട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. പക്ഷേ മക്കള് എപ്പോഴും ഭയങ്കര കറേജാണ്. അവർക്ക് ഭയങ്കര ഒരു സംഭവമാണ്. കാര്യം അവർ ഇങ്ങനെ സ്നേക്ക് കാച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ത്രില്ലിങ്ങും പുതിയ ജനറേഷൻ അഡ്വഞ്ചറസ് ആണ്. പുതിയ ജനറേഷൻ എപ്പോഴും ആ ഒരു ഇതിലാണ് സംഗതി കാണുന്നത്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഒരാൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഒരു പ്രൊഫഷണൽ സ്നേക്ക് കാച്ചർ എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് നമ്മളിപ്പോൾ ഡിസ്കവറി ചാനലിലും മറ്റുമൊക്കെ കാണാറുണ്ട്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് ജോണി ചേട്ടൻ ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ സ്നേക്ക് കൈകൊണ്ടാണ് പിടിക്കണം. കൈകൊണ്ട് പിടിക്കണം എന്ന് പറഞ്ഞാൽ സ്നേക്കിൻ്റെ തലക്ക് പിടിച്ചെടുക്കുന്നത് നമ്മുടെ പഴയ രീതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കവര പോലത്തെ ഒരു വടി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെ ഒരു 40 വയസ്സ് വരെ നമ്മൾ ഫാസ്റ്റായിട്ട് സ്നേക്കിനെ പിടിച്ചെടുക്കും. കാര്യം തലക്ക് തന്നെ പിടിച്ചെടുക്കും. പക്ഷെ അതൊരു ആ ടൈമിന് നമുക്ക് ഫാസ്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റണം, തിരിഞ്ഞു കഴിഞ്ഞാൽ കഴി കിട്ടും. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 51 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി സ്ലോ ആവും. കാര്യം നമ്മുടെ ഏജിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ബോഡി സ്ലോ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ സ്നേക്ക് എപ്പോഴും അത് തന്നെ പവറായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കണം. പക്ഷേ ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റിൽ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് നല്ല എക്വിപ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സ്നേക്ക് കാച്ചിങ് അത് അവർ തന്നാണ്. അത് അവർ തന്നാണ്. അവർ ഇൻ്റർനാഷണൽ ലെവലിൽ
വന്നുകൊണ്ടിരിക്കണേ നമ്മൾക്കിപ്പോൾ ഇവിടെ സ്നേക്ക് ക്യാച്ചിങ്. അപ്പോൾ അവർ തന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇയർലി ഒരു 50 സ്നേക്സിന് മേലെ പിടിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സർക്കാർ നമ്മുടെ ഇതിൽ അത്യാവശ്യം ഫോറസ്റ്റ് നല്ല രീതിയിൽ നല്ല മൂവ്മെന്റ് ആണ് ഫോറസ്റ്റിന്റെ. കാര്യം എന്തുണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യണം, അതൊരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെയൊക്കെ ഏജ് കഴിഞ്ഞു ഒരു 10-30 വയസ്സാണെങ്കിൽ നമുക്കിപ്പോൾ ഫോറസ്റ്റ് കെയർ ആയിരുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫോറസ്റ്റിന്റെ എക്യുപ്മെന്റ്സ്. ഈ ബാഗൊക്കെ അതിനെ കൂടെ ഉള്ളത് തന്നെ. ഇതാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇത് കണ്ട ഇതാണ് അതിൻ്റെ ഒരു ബോക്ക്. ഇത് നമ്മളിങ്ങനെ കയറ്റും. കണ്ട ഇങ്ങനെ കയറ്റിയിട്ട് കണ്ട ഇതിപ്പോ ഇങ്ങനെ ഒരു സാക്കായി കണ്ട. അപ്പൊ ഈ സ്നേക്ക് എപ്പോഴും നമ്മ പിടിച്ച് ഒരു സ്നേക്ക് ഹോള് കണ്ടു കഴിഞ്ഞാൽ കയറും. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്നേക്ക് ഹാൻഡ്ലിങ് സാധനം. ഇത് ഇന്റർനാഷണൽ സംഗതി തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്നേക്കിനെ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു വിധം ധൈര്യമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് നിർത്തുക. ഇപ്പൊ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ നമ്മൾ സ്നേക്കിനെ കണ്ടു നിർത്തുക. നമ്മൾ സ്നേക്കിനെ ക്യാച്ച് ചെയ്ത് വാലെ പിടിച്ചിട്ട് നമ്മുടെ തലയുടെ ഭാഗം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ഈ പൊസിഷനിൽ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അവൻ ആ ഹോള് കാണുമ്പോൾ നേരെ അങ്ങോട്ട് കയറിപ്പോകും. കയറിപ്പോയാൽ ഉടനെ തന്നെ നമ്മുടെ ഈ സംഗതി എടുത്തിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നേക്ക് ലോക്കായി. അതിനുശേഷം ഇത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും സ്നേക്ക് പോകുന്നു. മനസ്സിലായി? അപ്പോൾ ഈസി ആയിട്ട് സ്നേക്കിനെ നമുക്ക് കൊണ്ടുപോകും. ഒരു ശല്യമില്ല. സ്നേക്കിനാകുമ്പോൾ അവനൊരു പ്രശ്നവും ഉണ്ടാകണില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ വടിയെടുത്ത് നമ്മൾ കുത്തി അതിന് അത് അപ്പൊ ആ ഒരു സംഭവം ഇല്ല. അതാണ് അതിന്റെ ഇപ്പോഴത്തെ നമ്മുടെ കൈ ടച്ച് ചെയ്യാണ്ട് തന്നെ അത് കുറച്ച് ഒരു വാല ഒന്ന് പിടിക്കണം. വാല പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് കയറും. കാര്യം അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എപ്പോഴും നോക്കണ ഹോളായി ഏതെങ്കിലും ഒരു മാളം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കയറാനേ നോക്കും. അപ്പൊ അതിനുള്ള ഒരു മൂവ്മെന്റാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. വേറൊരു സംഗതി കാണിക്കുന്നത് ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ഓർഡിനറി സ്നേക്ക് നമ്മൾ ഇപ്പോൾ കണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇതൊരു സിസ്റ്റമാറ്റിക് പരിപാടി. നമ്മുടെ വെള്ളക്കാർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കണം. ഈ സംഭവം ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മൾ ഇതിങ്ങനെ കർവ് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങനെ മടക്കിയിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ വെക്കും. കണ്ട ഇങ്ങനെ വെച്ച് ഇത് നല്ല ലോക്കായിട്ട് ഇവിടെ 2 ഇഷ്ടി എന്തെങ്കിലും വെക്കുക. ഇഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേക്കിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പതുക്കെ അവനെ ഈ തുള കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ കയറും. കാര്യം അവനെ പിടിച്ചോണ്ടിരിക്കണല്ലോ. അവനെ ഹോള് കണ്ടു കഴിഞ്ഞാൽ അപ്പം കയറും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം കാറ്റഗറി തന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് പൈപ്പ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് സാധനം എടുത്തുകൊണ്ട് പോകാം. ഈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പുതിയ ട്രെയിനിങ്ങിലുള്ള സംഗതിയാണ്. പക്ഷെ ഇത് നമുക്കിപ്പോൾ പോയ്സണസ് സ്നേക്സിൽ ഈ വെനമസ് സ്നേക്സിനെ പിടിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ഉപകാരപ്പെടും. കാര്യം നമുക്ക് അതിൻ്റെ ടെക്നിക്ക് അറിയണതുകൊണ്ട് നമുക്ക് അതിനെ കൂടെ നമ്മൾ കുറേ മല്ലിടണ്ട. നേരെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് സ്നേക്കിനെ നമ്മൾ പിടിച്ചിട്ട് വിടാണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോളിൻ്റെ വശം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്നേക്ക് ഓടിക്കരുത്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പോൾ പുതിയത് ഇപ്പം ഞാൻ നോക്കിയിട്ട് നമ്മൾ ഒരു ഹോള് മാത്രമായിട്ട് വെക്കുമ്പോൾ ചില കയറാണ്ട് നിൽക്കണ്ട. അങ്ങനെ വലിയ ചില ഭയങ്കര അഭ്യാസികളായി
അപ്പൊ കുറച്ച് ബുദ്ധി ഉപയോഗിക്കും. അപ്പൊ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കണേ, മുള കൊണ്ട്, അതായത് PVC പൈപ്പ് മാറ്റിട്ട് മുള കൊണ്ട് നമ്മുടെ പൂട്ടുമാട്ടം ഉണ്ടല്ലോ, ആ പൂട്ട് പണ്ടത്തെ പൂട്ടിന്റെ ഇത് കണ്ടത്, അതേപോലെ ഒരു കട്ടിങ് എടുത്തിട്ടുണ്ടെങ്കിൽ വുഡ് ആവുമ്പോ സ്നേക്സ് പെട്ടെന്ന് ഈസി ആയിട്ട് നാച്ചുറലാണ്. അപ്പൊ അങ്ങനെ കയറുന്നുള്ള ആ ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കും. നമ്മുടെ പ്രേക്ഷകരോട് ഇപ്പൊ ഈ സ്നേക്ക് ക്യാച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ജോണി ചേട്ടൻ ശരിക്കും പറഞ്ഞാല് പാമ്പുകളെ വെറുക്കാനല്ല പറയുന്നത്, അവറ്റകളെ നമ്മള് നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് സ്നേക്സ് നമുക്ക് നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു മുറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മുറി ക്ലോസ് ചെയ്യുക, നമ്മുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുക. ഇവിടെ നമ്മുടെ വോളണ്ടിയേഴ്സായിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യും, അവർ വന്ന് നിങ്ങളുടെ സ്നേക്ക് എവിടെയാണെന്ന് വെച്ചാൽ അത് എടുത്തുകൊണ്ട് അവർ കൂളായിട്ട് പോകും. അപ്പോൾ ചെല്ലാനം മീഡിയ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തത് ചെല്ലാനത്തെ കലാകാരന്മാർ, കായിക പ്രതിഭകൾ, മറ്റു വ്യത്യസ്തമുള്ള മേഖലകൾ, അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു എപ്പിസോഡാണിത്. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ വരാനും ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജോണി ചേട്ടൻ ഷെയർ ചെയ്തു. അപ്പൊ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ജോണി ചേട്ടന് ചെല്ലാനം മീഡിയയുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ക്രൂവിന്റെ പേരിൽ നന്ദി പറഞ്ഞു പോകും. ഉണ്ണി എന്നെ ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതും ഞാൻ ഉദ്ദേശിച്ചു. അതും എല്ലാവർക്കും അത് മനസ്സിലാവും അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്, നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും എനിക്ക് അറിയിക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് ഉണ്ണി വിളിച്ചതിൽ. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയായി വരുന്നത് വരെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ചെല്ലാനം മീഡിയയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ചെല്ലാനം മീഡിയ, ഉണ്ണിക്കണ്ണമാലി.